ഹേയ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയല ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഫ്രൈക്ക് വേണ്ടി ഒരു അരപ്പാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ ഉണക്കമുളക്. അപ്പോൾ നമ്മൾ 2 ഉണക്കമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. എരിവിനനുസരിച്ച് എടുത്താൽ മതി. പിന്നെ അതിനുശേഷം നമ്മൾ ഇടുന്നത് കുരുമുളക്, അതൊരു കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ അതിന് ശേഷം ഇടേണ്ട സാധനമാണ്, മെയിനായിട്ട് വേണ്ട സാധനമാണ് ഉലുവ എന്ന് പറയുന്നത്. അതും കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. തീർന്നിട്ടില്ല കേട്ടോ. ഇനി അടുത്തതാണ് മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്, അതായത് ചെറിയുള്ളിയാണ് വേണ്ടത്. ഇപ്പോൾ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വലിയ ഉള്ളിയുടെ ഒരു ഹാഫാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ചെറിയുള്ളി വേണമെങ്കിൽ ഒരു 3-4 നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ചെറിയുള്ളി ആണെങ്കിൽ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത് അയലയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് എല്ലാവിടെയും തേച്ച് പിടിപ്പിക്കണം. ഞാനിത് ആക്ച്വലി സെക്കൻഡ് ടൈമാണ് അയല ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം വെച്ചപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്, ഈ ഒരു ഫ്രൈൻ്റെ റെസിപ്പി എനിക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കും കൂടി അത് പറഞ്ഞു തരാമെന്നുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ മീനിലും ഇത് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു മിക്സ്. ഇനി ഇതൊരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ അങ്ങനെ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇനി നമ്മൾ ഒരു പാൻ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി. നമുക്കറിയാമല്ലോ, മീൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കനിലെ പോലെ ഒഴിക്കേണ്ട കാര്യമില്ല. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അതിനുശേഷം എണ്ണ ഒന്ന് ചൂടാവണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോരോ മീനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കി വരുന്ന ഗ്രേവീസൊക്കെ നമ്മളിങ്ങനെ ഫിഷിൻ്റെ മീതൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്രേവിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞ് ഉള്ളു വേവാതെ പോകും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. മീഡിയം അല്ലെങ്കിൽ അതിലും കുറച്ചൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏകദേശം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അയല ഫ്രൈ റെഡി ആയിട്ടോ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ആ കുരുമുളകിൻ്റെ മണവും അതുപോലെ തന്നെ ഉലുവയുടെ മണമൊക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ വെറൈറ്റി ഫ്രൈ ചെയ്യണം എന്നുള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ ബൈ.